ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. റിമാൻഡ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസിന്. PS പ്രശാന്തും അജികുമാറും ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശാൻ അയക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ സഹായിക്കാൻ വ്യാജരേഖകൾ ചമച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കണ്ണൻ നായർ വിവരങ്ങളുമായി. കണ്ണൻ, ഇതുവരെ പ്രശാന്ത് പറഞ്ഞതുപോലെ താൻ അറിയാതെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ തനിക്കിതിൽ പങ്കില്ല എന്നതൊന്നും അംഗീകരിക്കുന്നില്ല ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശില്പങ്ങൾ ഇളക്കി സ്വർണം പൂശുന്നതിനായി കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരെ സഹായിക്കാൻ വ്യാജരേഖകൾ ചമച്ചതായും ഗൂഢാലോചന നടത്തിയതായും കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വിലവെടുപ്പുള്ള ക്ഷേത്ര ഉരുപ്പടികൾ കൊണ്ടുപോകുന്ന സമയത്ത് സ്പെഷ്യൽ കമ്മീഷൻ മുഖേന ഹൈക്കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. എന്നാൽ ആ ഒരു നിർദ്ദേശം മുൻ പ്രസിഡന്റ് അവഗണിച്ചു. ദ്വാരപാലക ശില്പ പാളികൾ സ്വർണം പൂശാനായി പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2-ന് യോഗം ചേർന്നു. അജികുമാറും പ്രശാന്തും ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള കേസിലെ പ്രതികളെ സഹായിക്കാൻ കൂട്ടായെടുത്ത തീരുമാനമെന്ന് രേഖപ്പെടുത്തുകയും ഒപ്പിട്ട് നൽകുകയും ചെയ്യുകയായിരുന്നു. ഇത് ബോധപൂർവമായ ഒരു വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കുറ്റകരമായിട്ടുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത് എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് 13 ദിവസത്തേക്ക് ഇരുവരെയും റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.